വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ക്യാരറ്റ് പോള. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. 3 ക്യാരറ്റും കുറച്ച് കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ റെസിപ്പി എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 3 ക്യാരറ്റ് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒരു 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 ക്യാരറ്റിന് ചെറിയ മുട്ട ആയതുകൊണ്ടാണ് 5 എണ്ണം എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ നമുക്കൊരു 4 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 2-3 ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ വേറൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് ക്യാരറ്റ് പോളയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ നെയ്യിൽ തന്നെ നമുക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കോഴിമുട്ടയിൽ ഒരു 4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരം അനുസരിച്ച് വേണം നമ്മൾ ഇതിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് ഈ പഞ്ചസാരയും ക്യാരറ്റും നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ ആ ക്യാരറ്റിലേക്ക് ഇങ്ങനെ അലിഞ്ഞ് ചേർന്ന് ആ ഒരു പരുവാകുമ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെയും പഞ്ചസാരയുടെയും മിക്സ് നന്നായിട്ടൊന്ന് തണുത്ത് വരുമ്പം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോഴിമുട്ടയുടെയും പാൽപ്പൊടി പഞ്ചസാരയുടെയും ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഈ ക്യാരറ്റും പഞ്ചസാരയും കൂടെ ഉള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ക്യാരറ്റ് പോള ഉണ്ടാക്കുന്ന പാത്രത്തിൽ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ചെറിയ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം പാന് ചൂടായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇത് അടിക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ ചെറിയ സിമ്മിലിട്ടിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പം ഞാനിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റോളം സമയമായിട്ടുണ്ടതിന്. അപ്പോൾ നമുക്കൊരു ഈർക്കിളിയോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഒട്ടി പിടിക്കുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഫ്രണ്ടിലെ ഭാഗം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഗസ്റ്റ് വരുമ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പിയോ വ്ളോഗോ ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ.